blessing today. ബ്രദർ ഡാമിയൻ്റെ മെസ്സേജസ് ഒരു വ്യത്യാസം എന്തായാലും ഉണ്ടാക്കുന്നുണ്ട്. ഒരു ജീവിതത്തിലൊരു പോസിറ്റിവിറ്റി, ഒരു പോസിറ്റീവ് വൈബ്. പലപ്പോഴും നമ്മൾ തകർന്നു പോകും. പക്ഷേ നേർവഴിയിലൂടെ നടക്കാനും യേശുവിൽ വിശ്വസിച്ച് ഒരു പോസിറ്റീവ് വൈബ് ബ്രദർ ഡാമിയൻ്റെ മെസ്സേജസ് കൊണ്ടുവരുന്നുണ്ട്. This program is sponsored by വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഈ ആഴ്ചയിലെ ബ്ലെസ്സിങ് ടുഡേ എപ്പിസോഡുകളിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ 100 കണക്കിന് എപ്പിസോഡുകൾ സ്പോൺസർ ചെയ്ത എല്ലാവരോടും പ്രത്യേകിച്ച് നന്ദി പറയുന്നു. ഇന്നത്തെ സ്പോൺസേഴ്സിനോടും പ്രത്യേകിച്ച് നന്ദി അറിയിക്കുന്നു. നമുക്ക് ഒരുമിച്ച് ചേർന്ന് ഇന്നത്തെ സ്പോൺസേഴ്സിനായി ഈ സമയത്ത് പ്രാർത്ഥിക്കാം. നല്ല കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് റിയ മെറിയം വർഗീസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്നലെ അവളുടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തല്ലോ. ഞങ്ങൾ ഒരുമിച്ച് കർത്താവെ ഈ മകളെ അനുഗ്രഹിക്കുന്നു. കർത്താവെ, എല്ലാവിധ അനുഗ്രഹങ്ങളാലും വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും കർത്താവ് ഈ പൈതലിനെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്. യേശുവിനോട് കൂടുതൽ അടുത്ത് നടക്കുവാൻ കൃപ നൽകണമേ. ആത്മീയമായി ഒത്തിരി അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിദ്യാഭ്യാസപരമായി അനുഗ്രഹിക്കണമേ. അവൾ ഫ്യൂച്ചറിലേക്ക് എന്തായി തീരണമോ അതിനനുസരിച്ചുള്ള സകല നന്മകളും അനുഗ്രഹങ്ങളും അഭിഷേകവും കർത്താവ് പകരണമേ എന്ന് അങ്ങയോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ഫാദർ. ഫാദർ, ഇൻ എവറി ഏരിയ ഓഫ് യുവർ ലൈഫ് ലെറ്റ് ഹർ ബി ബ്ലെസ്ഡ് ബൈ ദ ഹെവൻലി ഫാദർ. കർത്താവ് അങ്ങനെ ചെയ്തതിനാൽ നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ബിലേറ്റഡ് ഹാപ്പി ബർത്ത്ഡേ റിയ. അടുത്ത ഒരാൾക്ക് വേണ്ടി കൂടി നമുക്ക് ഈ സമയത്ത് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് ബെന്നിക്കും കുടുംബത്തിനുമായി പ്രാർത്ഥിക്കുന്നു. ഇന്ന് അവർ വെഡ്ഡിങ് ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യുന്നല്ലോ. ഞങ്ങൾ ഒരുമിച്ച് ഈ കുടുംബത്തെ അനുഗ്രഹിക്കുന്നു. കർത്താവെ, ബെന്നിയെയും തൻ്റെ ഭാര്യ ഷിജിയെയും കർത്താവെ ഈ സമയത്ത് ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്. കർത്താവെ, എല്ലാ ദാമ്പത്യ നന്മകളും അനുഗ്രഹങ്ങളും ഈ കുടുംബത്തിൽ ഉണ്ടാകട്ടെ. ആരോഗ്യത്തിനായി പ്രാർത്ഥിക്കുന്നു. സകലവിധ അനുഗ്രഹങ്ങൾക്കുമായി പ്രാർത്ഥിക്കുന്നു. ബെന്നിയുടെ ജീവിതത്തിൽ തനിക്ക് കർത്താവ് ബിസിനസ്സിൽ ഒരു വലിയ വളർച്ച കാണാൻ അങ്ങ് സഹായിക്കണമേ. ദൈവം കൊടുത്ത 3 മക്കളെയും ഞങ്ങൾ ഈ സമയത്ത് അനുഗ്രഹിക്കുന്നു. ടോജിനെ അനുഗ്രഹിക്കുന്നു, റോജിനെ അനുഗ്രഹിക്കുന്നു, ട്വിങ്കിളിനെ അനുഗ്രഹിക്കുന്നു. അവരുടെ വിദ്യാഭ്യാസത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ ഭാവി ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടതായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മുഴു കുടുംബത്തിൻ്റെ മേലും സകല നന്മകളും അനുഗ്രഹങ്ങളും ഈ സമയത്ത് പകർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ലോർഡ്. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഹാപ്പി വെഡ്ഡിങ് ആനിവേഴ്സറി ബെന്നി ആൻഡ് ഷിജി. കർത്താവ് ഒത്തിരി അനുഗ്രഹിക്കട്ടെ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ ചെന്നൈ നവംബർ 28 വെള്ളി. സമയം രാവിലെ 10 മുതൽ. ബിഷപ്പ് മാണിക്യം ഹാൾ, ഹാർലീസ് റോഡ്, കിൽപോക്ക്, ചെന്നൈ. ബാംഗ്ലൂർ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ നവംബർ 29 ശനിയാഴ്ച. സമയം രാവിലെ 10 മുതൽ. സെന്റ് പാട്രിക് കമ്മ്യൂണിറ്റി ഹാൾ, 15K ബ്രിഗേഡ് റോഡ്, ബാംഗ്ലൂർ 560025. അങ്ങേ സ്നേഹിക്കുന്നു ഞാൻ, അങ്ങേ സ്നേഹിക്കുന്നു ഞാൻ, അങ്ങേ സ്നേഹിക്കുന്നു ഞാൻ. ശബ്ദമുയർത്തി പാടാം. അങ്ങേ സ്നേഹിക്കുന്നു, അങ്ങേ സ്നേഹിക്കുന്നു ഞാൻ. നീ ഒരിക്കൽ കൂടെ അങ്ങേ സ്നേഹിക്കുന്നു ഞാൻ, അങ്ങേ സ്നേഹിക്കുന്നു
tonight, I'm going to speak to you a very, very special message, and the title of the message is Rebuild the Ancient Ruins. ഇന്ന് ഞാൻ നിങ്ങളോട് വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശമാണ് ഇന്ന് രാത്രി സംസാരിക്കാൻ പോകുന്നത്. എഴുതിയെടുക്കുന്നവർ അതിൻ്റെ തലക്കെട്ട് എഴുതിയെടുത്താലും നിങ്ങളുടെ പൂർവ്വകാലത്തെ പുരാതന ശൂന്യങ്ങളെ പണിയുക. Rebuild the ancient ruins. പുരാതന ശൂന്യങ്ങളെ, ശൂന്യശിഷ്ടങ്ങളെ പണിയുക. Would you please lift your both hands and pray this prayer? രണ്ട് കൈകളും ഉയർത്തി ഈ പ്രാർത്ഥന ദയവായി ഒന്ന് പ്രാർത്ഥിക്കാമോ? Father, we honor and respect your word. പിതാവേ, ചേർന്ന് വിളിച്ചാലും പിതാവേ, അങ്ങയുടെ വചനത്തെ ഞങ്ങളിപ്പോൾ മാനിക്കുന്നു. Speak to us. ഞങ്ങളോട് സംസാരിക്കണമേ. Help us to practice it. ഞങ്ങളെ ഇത് ചെയ്യുവാനായി സഹായിക്കണമേ. In Jesus' name. യേശുവിന്റെ നാമത്തിൽ. Amen. Put your hands down. കൈകൾ താഴെയിട്ടാലും ആമേൻ. We will read one verse from the Bible, the book of Isaiah, prophet Isaiah, chapter number 61. നമ്മൾ ഒരുമിച്ച് ചേർന്ന് യെശയ്യാവിന്റെ പ്രവചന പുസ്തകം പഴയ നിയമത്തിൽ നിന്ന് അതിന്റെ 61-ാം അധ്യായത്തിൽ നിന്ന് ഒരു വചനം നാം വായിക്കാനായി പോകുകയാണ്. Verse number 4. അതിന്റെ 4-ാമത്തെ വചനം. It reads like this: They will rebuild the ancient ruins and restore the places long devastated. They will renew the ruined cities that have been devastated for generations. 4-ാമത്തെ വചനം. അവർ പൂർവ്വകാലത്തെ ശൂന്യശിഷ്ടങ്ങളെ പുതുക്കിപ്പണിയും. പണ്ട് തകർക്കപ്പെട്ടതെല്ലാം കെട്ടി ഉയർത്തും. ശൂന്യ നഗരങ്ങളെ കേടുപോകും. തലമുറകളായി ശൂന്യമായി കിടന്നവയെ അവർ പുനരുദ്ധരിക്കും. Even though we read this verse from the Old Testament, it has a New Testament fulfillment. ഈ വചനങ്ങൾ പഴയ നിയമത്തിലെ വചനങ്ങളാണ് നാം വായിച്ചതെങ്കിൽ കൂടെയും ഈ വചനങ്ങൾക്ക് പുതിയ നിയമത്തിലെ പൂർത്തീകരണങ്ങളുണ്ട്. And that applies to our lives also. ആ പൂർത്തീകരണങ്ങൾ, ഈ വചനങ്ങൾ നമ്മുടെ ജീവിതത്തിലും പ്രാവർത്തികമാകുകയാണ്. Now, this is a promise from God. ഇതൊരു ദൈവത്തിൽ നിന്നുള്ള ഒരു വാഗ്ദാനമാണ്. Originally, this promise was given to the people of Israel who were under the captivity of Babylonians. സത്യത്തിൽ ഈ വചനഭാഗത്തിന്റെ പശ്ചാത്തലം അനുസരിച്ച് ഈ വേദവചനങ്ങൾ ബാബിലോണിലെ അടിമത്തത്തിലായിരുന്ന ഇസ്രായേൽ ജനങ്ങൾക്ക് യെശയ്യാവ് നൽകിയ വചനങ്ങളാണ്. They had lost their country. അവർക്ക്, ഇസ്രായേൽ മക്കൾക്ക് ഇപ്പോൾ ഇസ്രായേൽ എന്ന രാജ്യം അവർക്ക് ആ സമയത്ത് നഷ്ടമായി. They had lost their properties and houses. അവരുടെ സ്വത്തുക്കളും അതുപോലെ ഭവനങ്ങളും അവർക്ക് ആ സമയത്ത് നഷ്ടമായി. They had lost their estates. അവരുടെ എസ്റ്റേറ്റുകൾ അവർക്ക് നഷ്ടമായി. They had lost everything in their country. അവരുടെ രാജ്യത്ത് അവർക്കുണ്ടായിരുന്ന സകല അവകാശത്തിന് അനുവദിക്കപ്പെട്ട സകല കാര്യങ്ങളും അവർക്കിപ്പോൾ നഷ്ടമായി പോയി. But still they were called the people of God. എങ്കിലും അവരുടെ പേരിൽ അവർ വിളിക്കപ്പെടുന്നത് ദൈവത്തിന്റെ ജനമെന്നാണ്. That was a contradiction. അത് കേൾക്കുമ്പോൾ ഒരു വിരോധാഭാസമായി നമുക്ക് തോന്നാം. People of God under captivity in another nation. ഇപ്പോൾ നോക്കൂ, ദൈവത്തിന്റെ ജനമെന്ന് വിളിക്കുന്നവർ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്ന ജനം മറ്റേതോ ജാതീയ രാജ്യത്തിന്റെ അടിമത്തത്തിന് കീഴിലായിരിക്കുന്നു. All the people of God are supposed to lead a blessed life. എല്ലാ ദൈവജനവും ഒരു നല്ല അനുഗ്രഹിക്കപ്പെട്ട ജീവിതം നയിക്കേണ്ടവരാണല്ലോ. But this was a contradiction in their life. എന്നാൽ ദൈവജനം എന്ന് വിളിക്കപ്പെട്ടിരിക്കുന്ന ഇവർക്ക് വന്നു ചേർന്നിരിക്കുന്ന കാര്യമോ വിരോധാഭാസമായ ഒരു കാര്യം. That is the time prophet Isaiah comes. ആ സമയത്താണ് പ്രവാചകനായ യെശയ്യാവ് രംഗത്ത് വരുന്നത്. If you read the first 3 verses, ആദ്യത്തെ 3 വചനങ്ങൾ നിങ്ങൾ വായിച്ചാൽ, the spirit of the Lord is upon me to preach the good news to the poor, etc. അവിടെ എഴുതിയിട്ട് ദരിദ്രന്മാരുടെ സുവിശേഷം അറിയിക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. That is the same verse
Jesus spoke when he started his ministry. ആ സന്ദേശം തന്നെയാണ് യേശു കർത്താവ് തന്റെ ശുശ്രൂഷയുടെ തുടക്കത്തിൽ യേശു സിനഗോഗിൽ നിന്ന് വായിച്ചത്. And there are so many promises given there. അവിടെ നാം ഒത്തിരി വാഗ്ദാനങ്ങൾ നൽകപ്പെട്ടിരിക്കുന്നതായി Healing for the വായിക്കുന്നു. blind and setting free of the captives, etc. അന്ധന്മാർക്കുള്ള കണ്ണിന്റെ കാഴ്ചകളെ കുറിച്ച്, ബദ്ധന്മാർ തടവുകാർ വിടുവിക്കപ്പെടുന്നതിനെ കുറിച്ചുള്ള വാഗ്ദാനങ്ങളൊക്കെ അവിടെ എഴുതിയിട്ടുണ്ട്. But tonight I want to highlight only one thing: rebuilding the ancient ruins. എന്നാൽ ഇന്ന് രാത്രി ഇവിടെയുള്ള ദൈവജനത്തോട് ദൈവിക വാഗ്ദാനമായി ഒരു കാര്യം ഞാൻ ഉയർത്തി പറയുകയാണ്. 4-ാമത്തെ വചനം, അവർ പൂർവകാലത്തെ ശൂന്യശിഷ്ടങ്ങളെ പുതുക്കി പണിയും. The Bible says our God is the builder of everything. ബൈബിൾ പഠിക്കുമ്പോൾ നമ്മുടെ ദൈവം സകലത്തെയും പണിയുന്ന ഒരു പണിക്കാരനായ ദൈവമാണ്. Hebrews chapter 3 and verse number 4. എബ്രായർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വചനത്തിൽ Our God is the builder of everything. അവിടെ എഴുതിയിരിക്കുന്നു, നമ്മുടെ ദൈവം സകലത്തിന്റെ ശില്പിയാണ്. Look at me please. ദയവായി എന്നെ ശ്രദ്ധിക്കുക. God is the builder of the universe. ഈ പ്രപഞ്ചത്തിന്റെ ശില്പി ദൈവമാണ്. God is the builder of forests. കാടിന്റെ ശില്പി ദൈവമാണ്. God is the builder of mighty oceans. എല്ലാ സമുദ്രങ്ങളുടെയും നിർമ്മാതാവ് യേശുവാണ്. God is the builder of galaxies. അപ്പോൾ തന്നെ ഗാലക്സിയുടെ നിർമ്മാണ പ്രവർത്തനം നടത്തിയത് ദൈവമാണ്. God is the builder of human body. മനുഷ്യ ശരീരത്തിന്റെ നിർമ്മാതാവും ദൈവമാണ്. God is the builder of everything. എല്ലാറ്റിനെയും നിർമ്മിച്ചവൻ ദൈവമാണ്. Hallelujah. ഹല്ലേലൂയ. If you read Psalm 127 and verse number 1. സങ്കീർത്തനം 127ന്റെ 1-ാമത്തെ വചനം നിങ്ങൾ വായിച്ചാൽ, unless the Lord builds the house, the laborers are working in vain. അവിടെ നാം എഴുതിയിരിക്കുന്നു, യഹോവ ഭവനം പണിയുന്നില്ല എങ്കിൽ പണിക്കാർ വെറുതെ അധ്വാനിക്കുന്നു. That means even our homes, even our houses are really built by the supervision and permission of the super architect our God. അതിന്റെ അർത്ഥം ഇതാണ്, നമ്മളുടെ ഭവനം, നമ്മുടെ വീട് നമ്മൾ അറിഞ്ഞില്ലെങ്കിലും അറിഞ്ഞാലും ദൈവത്തിന്റെ മേൽനോട്ടത്തിൽ ദൈവമായ കർത്താവ് പണിതിരിക്കുന്നതാണ്. Somebody shout a hallelujah. മനസ്സിലായവരുണ്ടെങ്കിൽ വലത്തെ കൈ ഉയർത്തി ഉറക്കൊരു ഹല്ലേലൂയ പറഞ്ഞാല്. One more hallelujah. ഒരിക്കൽ കൂടെ Mysore hallelujah. മൈസൂർ. Thank you so much. വളരെ നന്ദി. Our God is not only a builder, he is a rebuilder also. നമ്മുടെ ദൈവം എന്നുള്ളത് അവൻ ഒരു സാധാരണ നിർമ്മിതാവല്ല, മറിച്ച് അവൻ പുനർനിർമ്മിക്കുന്നവനാണ്. He is a builder and he is a rebuilder also. അവന് കാര്യങ്ങളെ നിർമ്മിക്കുന്നവനാണ്, അപ്പോൾ തന്നെ അവൻ പുനർനിർമ്മിക്കുന്നവനുമാണ്. Our God is not only a builder, he is a rebuilder also. ഓർക്കുക, നമ്മുടെ ദൈവം എന്നുള്ളത് അവനൊരു പണിക്കാരൻ, ഒരു നിർമ്മിക്കുന്നവൻ മാത്രമല്ല, അവൻ പുതുക്കി പണിയുന്ന ദൈവം കൂടിയാണ്. Now he is anointed to rebuild. അതിനുവേണ്ടി പുതുക്കി പണിയുവാൻ വേണ്ടി നമ്മുടെ ദൈവം അഭിഷക്തനായ ദൈവമാണ്. Can I tell you one exciting news tonight? ഇന്ന് രാത്രി വളരെ ആവേശകരമായ ഒരു വാർത്ത ഞാൻ നിങ്ങളോട് The പറയട്ടെ. anointing to rebuild can come upon your life also from God. ഓർക്കുക, രണ്ടാമത് പണിയുന്ന, പുതുക്കി പണിയുന്ന ഒരു അഭിഷേകം ഇന്ന് രാത്രി ദൈവം തമ്പുരാൻ നിങ്ങളുടെ മേലും അയച്ചിരിക്കുകയാണ്. You had something in those days and today you have lost it. God can come into your life and rebuild that stuff. ഒരു സമയത്ത് നിങ്ങളുടെ ജീവിതത്തിൽ ചില കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, എന്നാൽ ഇന്ന് നിങ്ങൾക്ക് അതില്ലാതെ നഷ്ടമായിരിക്കുന്നെങ്കിൽ ഇപ്പോൾ ചെറുതിൽ നിന്ന് ദൈവത്തിന് ചില വലിയ കാര്യങ്ങളെ പുതുക്കി പണിത് നൽകാൻ സാധിക്കും. How many of you believe that? വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ കൈകൾ ഉയർത്തി ഒരു ഹല്ലേലൂയ പറയാമോ? By faith in advance, thank the Lord for the rebuilding. വിശ്വാസത്താൽ നിങ്ങൾക്കറിയാം ഏതാണ് പുതുക്കി പണിയേണ്ട കാര്യം. അതിനെ കണ്ടുകൊണ്ട് വിശ്വാസത്താൽ കൈകൾ ഉയർത്തി പറഞ്ഞാൽ നന്ദി യേശുവേ. I have observed some families. ഞാൻ ചില കുടുംബങ്ങളെ വീക്ഷിച്ചിട്ടുണ്ട്.
In the former generations, they were very wealthy. പഴയ കാലഘട്ടങ്ങളിൽ അവർ വളരെ ധനവാന്മാരായിരിക്കും. They had power. അവർക്ക് വളരെ ശക്തി ഉണ്ടായിരിക്കും. But in the passage of time, slowly they started losing their properties, losing their riches and wealth. എന്നാൽ പിന്നീടുള്ള കാലങ്ങളിലേക്ക് വരുമ്പോൾ അവരുടെ സ്വത്തുക്കൾ നഷ്ടമാകുന്നു, അവരുടെ ശക്തികൾ, അവരുടെ അധികാരങ്ങൾ നഷ്ടമായി പോയ കാഴ്ച കണ്ടിട്ടുണ്ട്. In the second generation or third generation, sometimes they have only enough money to survive, but they don't have the early riches and wealth. എന്നാൽ അതിന്റെ രണ്ടാമത്തെ തലമുറയിലേക്കോ മൂന്നാമത്തെ തലമുറയിലേക്കൊക്കെ വരുമ്പോൾ ആദ്യ കാലങ്ങളിൽ ഉണ്ടായിരുന്ന ധനത്തിന്റെ സമൃദ്ധിയും ഒന്നുമില്ലാതെ തൽക്കാലം കഴിഞ്ഞുകൂടി പോകാവുന്ന വിധത്തിൽ ഈ തലമുറകൾ ഇപ്പോൾ കഷ്ടപ്പെടുകയാണ്. I am here to tell you a good news. എന്നാൽ ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് ഒരു സദ്വർത്തമാനം പറയുകയാണ്. Our God has an anointing to rebuild from the ancient ruins. ഓർക്കുക, നമ്മുടെ ദൈവം കഴിഞ്ഞ നാളുകളിൽ നിങ്ങൾക്കുണ്ടായി നഷ്ടമായി പോയി കിടന്നിടത്തുള്ള ശൂന്യശിഷ്ടങ്ങളിൽ നിന്ന് പുതുക്കി പണിയാൻ അവന് ശക്തിയുണ്ട്. Some of you still have the memories when your father was alive, when your grandfather was alive, everything was okay, we had properties, but today we have come to nothing. ഒരുപക്ഷെ നിങ്ങൾ ഇപ്പോൾ ഓർക്കുകയാണ്, ഞാൻ എൻ്റെ പിതാവ് ഉണ്ടായിരുന്ന കാലത്ത്, എൻ്റെ മുത്തച്ഛൻ ഉണ്ടായിരുന്ന കാലത്ത് ഇന്നിന്ന നല്ല കാര്യങ്ങൾ സംഭവങ്ങൾ ഉണ്ടായിരുന്നു, എന്നാൽ ഒന്നും ഇല്ലാത്ത രീതിയിൽ ഇന്ന് ഞങ്ങൾ മാറ്റപ്പെട്ടിരിക്കുകയാണെന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും. This is the great news. എന്നാൽ ഇന്ന് രാത്രി നിങ്ങൾക്കുള്ള വാർത്ത ഇതാണ്. Tonight, as you are listening to this message, God is going to help you to rebuild from the ruins. ഇന്ന് രാത്രി ഈ സന്ദേശം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവം തമ്പുരാൻ ഈ ശൂന്യ ശിഷ്ടങ്ങളിൽ നിന്ന് നിങ്ങളെ പുതുക്കി പണിയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. I request another shout of hallelujah. ഒരു ഹല്ലേലൂയ കൂടെ പറഞ്ഞാൽ. One more shout of hallelujah. ശബ്ദമുയർത്തി. One more shout of hallelujah. അല്പം കൂടെ ശബ്ദത്തിൽ. We are serving a God who can rebuild from the ancient ruins. ഓർക്കുക, ഇന്ന് രാത്രി നിങ്ങൾ ആരാധിച്ചത്, നിങ്ങൾ സേവിച്ച ദൈവം എന്നുള്ളത് ഇന്ന് നിങ്ങളുടെ ഈ ശൂന്യ ശിഷ്ടത്തിന്റെ നടുവിൽ നിന്ന് നിങ്ങളുടെ കഴിഞ്ഞ തലമുറ കാണാത്ത അനുഗ്രഹത്തിലേക്ക് നിങ്ങളെ പണിയുവാൻ കഴിവുള്ള ദൈവത്തെയാണ്. സിസ്റ്റർ പേര് ജെസ്സി എന്നാണ്. സിസ്റ്റർ മകളുടെ പേര് ഹനാൻ. സിസ്റ്റർ മകള് BBMന് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കഴിഞ്ഞ വർഷം സംഭവിച്ചൊരു കാര്യമാണ്. 2013 നമുക്ക് ഇവിടെ മൈസൂരിൽ വെച്ച് കേരള സമാജം ഹാളിൽ വെച്ചൊരു മീറ്റിംഗ് നടന്നിരുന്നു. ആ മീറ്റിംഗ് നടക്കുന്നതിന് 1.5 ആഴ്ചകൾക്ക് മുൻപ് ഈ മകളുടെ വായിൽ അപ്രതീക്ഷിതമായിട്ടൊരു വലിയൊരു മുഴ വന്നു. അത് എക്സാം സീസണോട് അടുത്ത സമയത്താണ് ഈ മുഴ വന്നത്. മകൾ BBMന് പഠിക്കുമായിരുന്നു. മുഴ വന്നു. സഹോദരി പറഞ്ഞത് അത് വളരെ പെട്ടെന്ന് വളരെ വലുതായി, അത് പുറത്തുനിന്ന് വിസിബിൾ ആയിട്ടുള്ള രീതിയിൽ വളരെ ബൾജ് ചെയ്ത് നിൽക്കുന്ന പോലെ വലിയൊരു മുഴയായിട്ടാണ് അത് വന്നത്. ഈ സഹോദരി പറഞ്ഞത് ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോയിട്ട് ആ മുഴയോട് കൂടി തന്നെ പനിയും അങ്ങനെയുള്ള കുറച്ച് ശാരീരിക അസ്വസ്ഥതകളുണ്ടായി. ആൻറ്റിബയോട്ടിക് എല്ലാം കൊടുത്തു, മരുന്ന് കഴിച്ചു. 1 ആഴ്ച കഴിഞ്ഞിട്ടും മുഴ കുറഞ്ഞില്ല, പനി കുറഞ്ഞു. യാതൊരു വ്യത്യാസമില്ലാതെയാണ് അവർ 2013 ഈ കേരള സമാജം ഹാളിൽ വെച്ച് നടന്ന മീറ്റിങ്ങിൽ വെച്ചിട്ട് അവരെ പങ്കെടുത്തത്. ബ്രദർ, ആ സമയത്ത് ഏറ്റവും അവസാനം ഇൻഡിവിജ്വൽ വ്യക്തികൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഈ സഹോദരിയും മകളോട് പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നിരുന്നു. ആ സമയത്ത് സഹോദരി പറഞ്ഞത് പെട്ടെന്ന് ബ്രദറിനോട് ഇങ്ങനെ ഒരു മുഴ നിങ്ങോട് പറഞ്ഞു. പെട്ടെന്ന് ബ്രദർ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. മകൾക്ക് വേണ്ടി ക്യൂവിൽ നിന്ന് വന്ന സമയത്ത് പ്രാർത്ഥിച്ചു. ഈ സഹോദരി പറയുന്ന ആ പ്രാർത്ഥിച്ച സമയത്ത് ഒന്നും സംഭവിച്ചില്ല. പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ മുഴ അവിടെ ഇല്ല. ഗ്രേറ്റ്. രണ്ടാമത് ഈ സഹോദരി പറഞ്ഞു, ഏകദേശം 1 മാസത്തിന് മുൻപ് ഈ സഹോദരിക്ക് പെട്ടെന്ന് കുറച്ചധികം ശാരീരിക അസ്വസ്ഥതകളുണ്ടായി. അമ്മയ്ക്ക് ജെസ്സി എന്ന് പറയുന്ന ഈ സഹോദരിക്ക് വലിയൊരു ക്ഷീണം വന്നു. വായെല്ലാം ഉണങ്ങി വരലാൻ തുടങ്ങി, ഒത്തിരി വെള്ളം കുടിക്കാൻ തുടങ്ങി, പെട്ടെന്ന് താൻ യൂറിൻ പാസ് ചെയ്യാനൊക്കെ തുടങ്ങി. താൻ അത് ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ തനിക്ക് വളരെ കൂടിയ അളവിൽ ബി പി കൂടി. അത് മാത്രമല്ല കൊളസ്ട്രോളും ഷുഗറും എല്ലാം ഉണ്ടായിരുന്നു. താൻ ഈ 1 മാസത്തിന് മുൻപാണ് ഇതെല്ലാം തനിക്ക് ഉണ്ടായിരുന്നു എന്ന് താൻ അറിയുന്നത്. എന്നാൽ താൻ പറഞ്ഞത് താൻ അതിനുശേഷം ബ്ലെസ്സിംഗ് ടുഡേ TV പ്രോഗ്രാം കണ്ടുകൊണ്ടിരുന്നപ്പോൾ അതിനോട് അടുത്തൊരു ദിവസം ബ്രദർ ഇതുപോലെ BP, കൊളസ്ട്രോൾ, ഷുഗറൊക്കെ ഉള്ളൊരു വ്യക്തിയെ സൗഖ്യമാക്കുന്നു എന്ന് പറഞ്ഞ ആ സമയത്ത് ഈ സഹോദരി പറയുക,
അപ്പോഴും സഹോദരിക്ക് പ്രത്യേകിച്ച് അങ്ങനെയൊന്നും തോന്നിയില്ല. സഹോദരിയും സ്ക്രീനിലേക്ക് കൈനീട്ടി പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം തുടങ്ങി ആ സഹോദരി മരുന്നെടുക്കുന്ന എല്ലാം നിർത്തി. അത്രയും ദിവസങ്ങളുണ്ടായിരുന്ന യാതൊരു ശാരീരിക അസ്വസ്ഥതകളും ക്ഷീണങ്ങളും ഇപ്പോൾ ഇല്ല. അതെല്ലാം കർത്താവ് എന്നിൽ നിന്ന് എടുത്തു മാറ്റി. മരുന്നും താൻ കഴിക്കുന്നില്ല. കർത്താവ് തന്നെ സൗഖ്യമാക്കിയെന്ന് താൻ സാക്ഷ്യപ്പെടുത്തുന്നത്. ഉണ്ടായിരുന്ന ബുദ്ധിമുട്ട് മുഴുവൻ മാറിപ്പോയി. ഇപ്പൊ എങ്ങനെയുണ്ട് ബോഡിയിൽ? അതെല്ലാം മാറിപ്പോയി. അമ്മയ്ക്കും സൗഖ്യം കൊടുത്തു, മകൾക്കും സൗഖ്യം കൊടുത്തു. കർത്താവെ, ജെസ്സി എന്ന ഈ സഹോദരിക്ക്, മകൾക്ക് വേണ്ടി ഒക്കെ കർത്താവ് ചെയ്ത കാര്യങ്ങൾ ഞങ്ങൾ കർത്താവെ അഗണ്യമാക്കുന്നില്ല. അങ്ങ് എത്ര വലിയ അത്ഭുതമാണ് ചെയ്തത്. ഈ സ്റ്റേജിൽ വെച്ച് തന്നെ കർത്താവെ, നിൻ്റെ ആ മകളെ കർത്താവ് തൊട്ട് സൗഖ്യം കൊടുത്തതിനാൽ നന്ദി പറയുന്നു. അമ്മയ്ക്ക് കൊടുത്ത സൗഖ്യത്തിനായി നന്ദി. ഇൻ ജീസസ് നെയിം, ആമേൻ. ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർക്ക് ആത്മീയ വെളിച്ചം നൽകിയ ബ്ലെസ്സിംഗ് ടുഡേ, 10,000ങ്ങളുടെ ജീവിതത്തിന് പുതിയ തലങ്ങൾ സമ്മാനിച്ച ബ്ലെസ്സിംഗ് ടുഡേ, നമ്മെ ഓരോരുത്തരെയും എണ്ണമറ്റ അനുഗ്രഹത്തിലേക്ക് നയിച്ച ബ്ലെസ്സിംഗ് ടുഡേ. ബ്ലെസ്സിംഗ് ടുഡേയുടെ 1000ാമത്തെ എപ്പിസോഡ് സെലിബ്രേഷനും കൊച്ചിൻ ബ്ലെസ്സിംഗ് സെന്റർ വാർഷികാഘോഷവും ഡിസംബർ 5, 6, വെള്ളി, ശനി ദിവസങ്ങളിൽ രാവിലെ 10 മുതൽ വൈകിട്ട് 8:30 വരെയും, ഡിസംബർ 7-ാം തീയതി ഞായറാഴ്ച രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 12:30 വരെയും. അനുഗ്രഹത്തിന്റെ ഈ 3 ദിവസങ്ങളിൽ ബ്രദർ ഡാമിയനും സിസ്റ്റർ ക്ഷമ ഡാമിയനും കൂടാതെ അഭിഷിക്തരായ ദേവദാസന്മാരും ശുശ്രൂഷിക്കുന്നു. ഈ ദിവസങ്ങളിൽ പങ്കെടുക്കുവാനും സാക്ഷികളാകുവാനും ബ്ലെസ്സിംഗ് ടുഡേ നിങ്ങളെ ഹൃദയപൂർവ്വം ക്ഷണിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 0484 422 111. ഈ സമയത്ത് നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. ലോകത്തിൽ എവിടെയാണ് നിങ്ങളെങ്കിലും, ഏത് സമയത്താണ് നിങ്ങളിത് കാണുന്നതെങ്കിലും ഉള്ളിൽ വിശ്വസിക്കുക. പരിശുദ്ധാത്മാവ് ആത്മാവിൽ നമ്മുടെ ഹൃദയങ്ങളെ കണക്ട് ചെയ്ത് വിശ്വാസത്തിൽ ഒന്നിപ്പിച്ച് കർത്താവ് നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യും. ഈ സമയത്ത് കൈകൾ ഈ സ്ക്രീനിലേക്ക് നീട്ടിപ്പിടിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവെ, ഈ സമയത്ത് ലോകം എമ്പാടുമുള്ള ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങൾ ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ സന്നിധിയിൽ ഈ സമയത്ത് കൃപാസനത്തിൻ്റെ മുൻപിലേക്ക് വരുന്നു. കർത്താവെ, ഞങ്ങളെ കുറവുകൾ ക്ഷമിച്ച്, ഞങ്ങളെ കുറ്റങ്ങൾ എല്ലാം പൊറുത്ത് ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് പ്രവർത്തിക്കുന്ന ദൈവമാകിയാൽ നന്ദി പറയുന്നു. ഈ സമയത്ത് രോഗികൾ സൗഖ്യമാകാൻ തുടങ്ങട്ടെ. ഇൻ ജീസസ് നെയിം വലിയ സൗഖ്യങ്ങൾ രോഗികൾക്ക് ഈ സമയത്ത് ഉണ്ടാകാൻ തുടങ്ങട്ടെ. അസ്ഥികളിലുള്ള രോഗങ്ങൾ കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുന്നുണ്ട്. അസ്ഥികളിൽ ഏത് രീതിയിലുള്ള രോഗമായിരുന്നാലും ഇപ്പോൾ ഉള്ളിൽ വിശ്വസിക്കുക, യേശുവിന് നന്ദി പറയുക. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ആ സൗഖ്യം ഇപ്പോൾ നടക്കാൻ തുടങ്ങട്ടെ. അതുപോലെ ആന്തരിക അവയവങ്ങൾക്ക്, ഏത് അവയവവുമാകാം, കർത്താവ് സൗഖ്യം നൽകാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ സമയത്ത് പ്രവർത്തിക്കുന്നുണ്ട്. ഇൻ ജീസസ് നെയിം അത് സംഭവിക്കട്ടെ. താങ്ക് യു ലോർഡ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് അത് സംഭവിക്കട്ടെ. അതുപോലെ ഷുഗർ വളരെയധികം കൂടിയിട്ട് വ്രണങ്ങൾ ഉണങ്ങാതിരിക്കുന്ന, കരിയാതിരിക്കുന്ന ചില വ്യക്തികളെ കർത്താവ് സൗഖ്യമാക്കുന്നു. വളരെ വേഗത്തിൽ അത് സൗഖ്യമായി പോകട്ടെ. ആസ്മ രോഗം യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകാൻ തുടങ്ങട്ടെ. ബ്രെയിൻ ട്യൂമർ സൗഖ്യമാകട്ടെ. ക്യാൻസർ ബാധിച്ച വ്യക്തികൾ, ഏത് തരത്തിലുള്ള ക്യാൻസർ ആയിരുന്നാലും യേശു കർത്താവിൻ്റെ നാമത്തിൽ ആ ക്യാൻസർ ബാധിതമായ ശരീരങ്ങൾ സൗഖ്യമാകട്ടെ. പ്രത്യേകിച്ച് രമ എന്നു പേരുള്ളൊരു സഹോദരിയെ കർത്താവ് ഈ സമയത്ത് സുഖപ്പെടുത്തുന്നുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ ആ സൗഖ്യം നടക്കട്ടെ. ഇൻ ജീസസ് നെയിം. ഹോർമോണിൻ്റെ തകരാറുകൾ കർത്താവ് സൗഖ്യമാക്കും. ഇൻ ജീസസ് നെയിം. നിങ്ങളുടെ രോഗം എന്താണെങ്കിലും ഈ സ്ക്രീനിലേക്ക് കൈനീട്ടി പിടിക്കുമ്പോൾ ഉള്ളിൽ വിശ്വസിക്കുക, യേശു കർത്താവിൻ്റെ നാമത്തിൽ സമ്പൂർണമായ സൗഖ്യം ഈ സമയത്ത് ഉണ്ടാകട്ടെ. താങ്ക് യു ജീസസ്. കർത്താവെ, നീ അങ്ങനെ ചെയ്യുന്നതിനാൽ നന്ദി. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളില്ലാതെ പ്രയാസപ്പെടുന്ന കുടുംബങ്ങൾക്കായി
ആ ദാമ്പത്യ ജീവിതങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ അവർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകട്ടെ. പ്രത്യേകിച്ച് പല പ്രാവശ്യം മിസ്കാരേജ് ഉണ്ടായി, കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ടു. അങ്ങനെയുള്ളവർക്ക് വേണ്ടി കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യുന്നതിനാൽ നന്ദി പറയുന്നു. ഈ സമയത്ത് നിങ്ങളുടെ അനുഗ്രഹങ്ങൾ റിലീസ് ചെയ്തിരിക്കും. സാമ്പത്തിക വിഷയങ്ങൾക്കും മറ്റെല്ലാ വിഷയങ്ങൾക്കും പരിഹാരം ഉണ്ടാകട്ടെ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് ഒത്തിരി ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് എൻ്റെ പ്രാർത്ഥനാ ഡയറി എന്ന പുസ്തകം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതിൽ നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ ആ തീയതി സഹിതം എഴുതി വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങുക. നാൾ തോറും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് തീർച്ചയായും തൻ്റെ സമയത്ത് നമുക്കതിനുള്ള ഉത്തരം നൽകും. ആ പ്രയർ ഡയറി കിട്ടിയിട്ടില്ലാത്തവർ സ്ക്രീനിൽ നമ്പറിൽ വിളിച്ച് ആവശ്യപ്പെടുക. ഒത്തിരി പേര് വിപ്ലവകരമായി അത് മാറ്റിക്കൊണ്ടിരിക്കുന്നു. ബ്ലെസ്സിങ് ടുഡേയെക്കുറിച്ച് ഇതുവരെ കേട്ടിട്ടില്ലാത്ത ഒരാളോടെങ്കിലും ഇന്ന് ബ്ലെസ്സിങ് ടുഡേയെക്കുറിച്ച് പറയുക. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഈ ആഴ്ചയിലെ എല്ലാ പ്രോഗ്രാമുകളും വളരെ വിശേഷതയുള്ളതാണ്, അഭിഷേകം നിറഞ്ഞതാണ്. ഒന്നുപോലും മിസ് ചെയ്യരുത്. അഥവാ ഒരു ദിവസം നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ www.blessingtoday.tv എന്ന വെബ്സൈറ്റിൽ ഏത് സമയത്തും ഈ എപ്പിസോഡുകൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. കർത്താവ് ഒത്തിരി അനുഗ്രഹിക്കട്ടെ. നാളെ നമുക്ക് വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു. ബൈ. ബൈബിൾ ന്യൂയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ ചോദ്യം ഇതാണ്: ദൈവത്താലുള്ള മാനത്തേക്കാൾ മനുഷ്യരാലുള്ള മാനം അധികം സ്നേഹിച്ചതാര്? Who loved the praise of man more than the praise of God? Options: A. പ്രമാണികൾ, B. യഹൂദന്മാർ, C. ഇടയൻ, D. കൂലിക്കാരൻ. നിങ്ങളുടെ ഉത്തരങ്ങൾ 9645221221 എന്ന നമ്പറിലേക്ക് SMS ചെയ്യുക. ചെയ്യേണ്ട ഫോർമാറ്റ് BT സ്പേസ് ABC or D സ്പേസ് നിങ്ങളുടെ പേരും പൂർണ്ണ മേൽവിലാസവും. ശരിയുത്തരം അയക്കുന്നവർക്ക് OM ബോക്സ് നൽകുന്ന നല്ല സമ്മാനങ്ങൾ ഞങ്ങൾ അയച്ചു തരുന്നതാണ്.